ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ വിങ്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാഴക്കൂമ്പും ചെറുപയർ തോരനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് നന്നായിട്ട് കഴുകി അതിന് കറയൊക്കെ കളഞ്ഞ് തൂർത്തി വെച്ചപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനേക്ക് ആവശ്യമായ ചെറുപയർ കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചെറുപയറും എടുക്കാറുണ്ട്, തുവരപ്പരിപ്പും എടുക്കാറുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് ചെറുപയർ ഇട്ടിട്ടാണ് ഈ തോരൻ ചെയ്യുന്നത്. അതിനായിട്ട് ആവശ്യമായ സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പയറില്ലേ, കുതിർത്ത് വെച്ച പയർ കുറച്ച് ഒന്ന് വിസിലടിച്ചെടുക്കണം. ഒരു 2 വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല, അതുകൊണ്ട് 2 വിസിലൊക്കെ മതിയാവും. നമ്മൾ കുതിർത്തെടുത്തതായുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടിയാലേ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിന് കേട്ടോ. ആ തോരന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് ഈ ചെറുപയർ. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ പയറിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനായിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കുക്കർ 2 വിസിലടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു കടായി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് നല്ല മണമൊക്കെ കിട്ടും. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് അങ്ങോട്ട് ചടപ്പട പൊട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് മുറിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റൊക്കെ കിട്ടാനായിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പയറിൽ ഉപ്പിട്ടേ ആയതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ഇടാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ഞെരുങ്ങിയത് വേവട്ടെ. അപ്പം അത് ഞാൻ കൂട്ടി വെച്ച് തത്തി പൊത്തി വെക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ വെച്ച് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തൊന്നും പോയിട്ടില്ല. ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വേവും ഒക്കെ നമുക്ക് പാകത്തിന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഈ സമയത്ത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി രണ്ട് അല്ലി, ഒരു വലിയ 2 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്ര സാധനങ്ങളാണ് നമ്മൾ കറിവേപ്പില, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ അരപ്പ് നന്നായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതിയാവും. അരഞ്ഞു പോയാൽ ടേസ്റ്റ് വിട്ടുപോകും. അപ്പോൾ ഒന്ന് കറക്കിയെടുത്ത് ഈ പരുവത്തിൽ നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ഒരു പച്ച ആ ടേസ്റ്റൊക്കെ മാറാനായിട്ട് നമ്മളിനി ഇതിലേക്കിട്ട് ഒന്ന് ചിക്കി തോത്തിയൊക്കെ എടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ആ കൂമ്പിൻ്റെ ആ തോരൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
കൂമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും പൊത്തി വെക്കണം. അപ്പോൾ ആ ചൂടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ആവി ആക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അടിപൊളിയാണ്. നല്ല ചൂട് ചോറിന് കൂടെ അങ്ങോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരൻ. എന്നിട്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ നന്നായിട്ട് തോന്ന് വന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുഴവഴാന്ന് കിടക്കും. അപ്പോൾ നമ്മളതിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇതിന് തന്നെ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണെങ്കിലും അത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഇതിൽ കറ കളയാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൂമ്പ് അരിയുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ടല്ലേ എടുക്കാറ്. അപ്പോൾ പിന്നെ അത് കഴുകി വാരി പിഴിഞ്ഞൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തോരൻ. അപ്പോൾ ആ കവർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കവർപ്പ് എന്താ പറയുക, അതൊക്കെ മാറി കിട്ടും. അപ്പോൾ അതിൻ്റെ കറകളെല്ലാം പൂർണ്ണമായിട്ട് പോയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് കയ്പൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ. എന്നിട്ട് ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ കിട്ടും. വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ എണ്ണയുടെ ഫ്ലേവർ എത്തിക്കണം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അങ്ങനെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.